ഇപ്പോൾ ബിന്ദു കൃഷ്ണ ടെലിഫോണിൽ. ശ്രീമതി ബിന്ദു കൃഷ്ണ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, ഇനി സ്ഥാനത്ത് തുടരരുത് എന്ന പ്രധാനപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു കേസാണ് ഇത് എന്ന പാർട്ടി തിരിച്ചറിയുകയാണോ? തീർച്ചയായും ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നതല്ല. സ്ത്രീപക്ഷ നിലപാടും മാനവിക നിലപാടും എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള നിലപാട് പാർട്ടി എടുക്കും. ഇതിപ്പോൾ ഇനിയും വൈകരുത്, ഇന്ന് തന്നെ ആ തീരുമാനമുണ്ടാകുമെന്നാണോ? സമയത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല. എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ ഉത്തമ വിശ്വാസമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ സ്ത്രീപീഡന ആരോപണ വിധേയരാകുന്നവർക്ക് പട്ടും വളയും ആദരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയിരുത്തി ജനങ്ങളുടെ നികുതി പണം ലക്ഷങ്ങളടക്കം കൊടുക്കുന്ന ഒരു നടപടി ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. സാങ്കേതികത്വത്തിന്റെ പേരിലും അത്തരം നിലപാടുകൾ എടുക്കില്ല. തീർച്ചയായും സ്ത്രീപക്ഷ നിലപാട് എന്നുള്ളത് വെള്ളം ചേർക്കാത്ത നിലപാടായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്തരം അന്തസ്സോടുകൂടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. തീർച്ചയായും പുറത്തു വന്ന വിവരം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല, അതീവ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ടമായ ആദ്യ ദിവസം 24 മണിക്കൂറിനുള്ളിൽ തന്നെ പാർട്ടി ഒരു നിലപാട് പറഞ്ഞു. അതിനുശേഷം എല്ലാവരുമായി കൂടിയാലോചിച്ച് സമൂഹത്തിനും നാടിനും പ്രസ്ഥാനത്തിനും ഉചിതമായ തീരുമാനം താമസം വിന ഉണ്ടാകും. ബിന്ദുകൃഷ്ണ, ഇപ്പോൾ പാർട്ടിയെ വഞ്ചിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വികാരമാണോ ഉള്ളത് പാർട്ടിക്കകത്ത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പൊതുപ്രവർത്തകരിൽ നിന്ന് സാധാരണ ഇന്നത്തെ കാലത്ത് വ്യക്തികളിൽ നിന്നും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന സമൂഹം സ്ത്രീ സുരക്ഷയ്ക്ക് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം നൽകുന്ന, നിയമം പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ ഒരാളിൽ നിന്നുണ്ടായിക്കൂടാ, പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാൻ ഒരിക്കലും പാടില്ലാത്ത, അവിടെയാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതം എന്നുള്ള ചൊല്ലിന് കൂടുതൽ പ്രസക്തിയും പ്രാധാന്യമുള്ളത്. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഇതിപ്പോൾ CPM പ്രതികരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളൊന്നും ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ എന്നുള്ളതാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പല നേതാക്കളും പറയുന്നു. അതിനോട് എന്താണ് മറുപടി ബിന്ദു? CPM-കാർക്ക് എന്താ അവകാശമുള്ളത്? എന്ത് ധാർമ്മികതയുള്ളത്? എല്ലാ എന്താ പറയാ, ശ്രീമതി ടീച്ചർ അടക്കം പീഡനത്തിന്റെ തീവ്രത അളക്കാൻ പോയവരല്ലേ? അവർക്ക് ലജ്ജയില്ലേ ഇത് കാര്യത്തിൽ പ്രതികരിക്കാൻ? കോൺഗ്രസ് ഞാൻ എന്ന വ്യക്തി എന്ന് പറയാം, ഇത്രയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. വളരെ കഴിവും മാന്യതയും ഉള്ള ഒരാളായിട്ടാണ് പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഞങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുള്ളൂ. മറിച്ചൊന്നും മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വാർത്ത വരുമ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. KC വേണുഗോപാലിന്റെ ഭാര്യയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഡോക്ടർ ആശ. പിന്നീട് അത് പിൻവലിച്ചു. ആശയുടെ പോസ്റ്റിൽ പെൺകുട്ടികൾ ഭയക്കുന്നു, ഇയാളെ ഭയക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം വരികയാണ്. അല്ല, പുറത്തു വന്ന വാർത്തകൾ ആരെയും ഭയപ്പെടുത്തുന്നതാണല്ലോ. ഈ അധികാരം, പവർ ഉപയോഗിച്ചാണ് ഇങ്ങനെ സ്ത്രീകളെ വേട്ടയാടിയിരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ബിന്ദു, എനിക്ക് കൂടുതൽ അറിയില്ല. കാരണം ഈ പല ഇതിനു മുമ്പുള്ള സമയമൊക്കെ പറയുന്നുണ്ടല്ലോ. ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. അത് അവരത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലായ്മ വ്യക്തമായി സമൂഹത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാലേ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ പുറത്തു വരുന്ന കുറച്ച് വാർത്തകളും ബാക്കി വിഭവങ്ങളുമാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല. ശരി, വളരെ നന്ദി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചതിന്. ശക്തമായ നടപടി പാർട്ടിയിൽ നിന്നുണ്ടാകും എന്നാണ് ബിന്ദു കൃഷ്ണയും പ്രതികരിക്കുന്നത്.